ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററാണ്. ത്രൂ ദ ഓഷ്യൻസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഓഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? സമുദ്രം അല്ലെങ്കിൽ കടൽ അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിലെ ഫുൾ ആക്ടിവിറ്റീസുമാണ് ചെയ്ത് നോക്കുന്നത്. മലയാളം മീഡിയം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട സമുദ്രത്തിലേക്ക് എന്ന വടം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. അതിൽ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് NV കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്നുള്ള കവിതയിൽ നിന്നുള്ള 4 വരികൾ തന്നിട്ടുണ്ട്. വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാനവട്ടങ്ങൾ തേടിപ്പോകാം. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? പഴയ കാലത്ത് കൊളംബസ് പോയതുപോലെ എങ്ങനെയാണ് കടൽ കടന്ന് നമുക്ക് പോവാം. വയലും പുഴയൊക്കെ താണ്ടി കടൽ കടന്ന് എന്തിനാ പോകുന്നത്? പുതിയ പുതിയ ലോകങ്ങൾ, പുതിയ പുതിയ നാടുകൾ, പുതിയ വാനവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ലോകങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് അഡ്വഞ്ചറസ് സീ ഫീച്ചേഴ്സ് ലൈക്ക് കൊളംബസ് നടത്തിയതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള കടൽ യാത്രകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. Their voyages through the oceans and exploring new worlds have found a place in history. അവരുടെ കടലിലൂടെയുള്ള ഈ സാഹസികമായ യാത്രകളും അതുവഴി ഉള്ള ഈ സഞ്ചാരങ്ങളിലൂടെയൊക്കെയാണ് പുതിയ പുതിയ ലോകങ്ങൾ അവർ കണ്ടെത്തിയിട്ടുള്ളത്. Shall we set out on a journey to know more about the oceans? അപ്പം നമുക്കും കടലിലൂടെ ഒരു യാത്ര പോയി നോക്കിയാലോ? വാട്ടർ ഈസ് വൺ ഓഫ് ദ മേജർ കോമ്പണൻസ് ദാറ്റ് റിട്ടൈൻസ് ലൈഫ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടറാണ്, വെള്ളമാണ്. 71% ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. ഭൂമിയുടെ 71% എന്താണ്? വെള്ളത്താൽ മൂടപ്പെട്ടതാണ്. കരഭാഗം ബാക്കി 29% മാത്രമേ ഉള്ളൂ. You know that oceans, backwaters, lakes, rivers, streams, springs, reservoirs and wells are different sources of water. നമുക്കറിയാവുന്ന ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സസ് ആണ് കടല്, തടാകങ്ങൾ, അരുവികൾ, കിണർ, കുഴൽക്കിണർ തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ദീസ് ഇൻക്ലൂഡ് സർഫസ് വാട്ടർ സോഴ്സസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. ഈ വാട്ടർ സോഴ്സസിൽ 2 തരത്തിലുണ്ട്. ഒന്ന് സർഫസ് വാട്ടർ സോഴ്സ്, അതായത് ഭൂമിക്ക് മുകളിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സ്. പിന്നൊന്ന് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ്, അതായത് ഭൂമിയുടെ ഉള്ളിലുള്ള വാട്ടർ സോഴ്സ്. While surface water sources are found on the surface of earth, underground sources are found just beneath the surface inside the earth. നമ്മൾ പറഞ്ഞു തന്നെയാണ്, സർഫസ് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ കാണപ്പെടുന്നതും സർഫസിൽ കാണപ്പെടുന്നതും, അണ്ടർഗ്രൗണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ സർഫസിന് താഴെയായിട്ട് ഭൂമിക്കുള്ളിലായിട്ട് കാണപ്പെടുന്നതുമാണ്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ആഫ്റ്റർ ഒബ്സർവിങ് ദ ഗിവൺ പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴെ നമുക്കൊരു കൺസെപ്റ്റ് മാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം പിക്ചേഴ്സിൽ എന്തൊക്കെയുള്ളത്? വെല്ല്, കിണറുണ്ട്, ലേക്ക്, തടാകമുണ്ട്, സ്പ്രിങ്, നീർച്ചാലുകളുണ്ട്, ബോർവെല്ല്, കുഴൽക്കിണറുണ്ട്, റിവർ, പുഴയുണ്ട്, ഓഷ്യൻ, സമുദ്രമുണ്ട്. ഇനി ഇതിനെ സോഴ്സസ് ഓഫ് വാട്ടർ, അതിൽ സർഫസ് വാട്ടർ സോഴ്സസ് ഏതൊക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം. സർഫസ് വാട്ടർ സോഴ്സ്, അതിന് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നതിൽ റിവർ, ഓഷ്യൻ, ലേക്ക് തുടങ്ങിയവ. ഇതെല്ലാം നമുക്ക് ഭൂമിക്ക് മുകളിൽ കാണപ്പെടുന്ന വാട്ടർ സോഴ്സുകളാണ് അല്ലേ. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസിന് എക്സാമ്പിൾ ആണ് സ്പ്രിങ്, വെല്ല്, ബോർവെല്ല് തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ കിണറും കുഴൽക്കിണറൊക്കെ നമ്മൾ കുഴിച്ചെടുക്കുകയല്ലേ, കുഴിച്ചെടുത്തെങ്കിൽ മാത്രമല്ലേ അതിൽ വെള്ളം കാണുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ആണ്. വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്? നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? സ്പ്രിങ്, വെല്ല്, ബോർവെല്ല്, റിവർ, ലേക്ക്, ഇതിലെ വെള്ളമൊക്കെ നമ്മൾ ഡെയിലി യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ. ഇൻസ്പൈറ്റ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ബൈ ലിവിങ് ബീയിങ്സ് വൈ ഡസൻ ദ വാട്ടർ റൺ ഔട്ട്? ഇങ്ങനെ മനുഷ്യരുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വെള്ളം തീർന്നു പോകാത്തത്? ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, that means water cycle in the hydrosphere, water in the water sources do not get repleted despite its use. എന്താ മക്കളെ, നമ്മളുടെ ഹൈഡ്രോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റിൻ്റെ സർക്കുലേഷൻ കൊണ്ടാണ് വാട്ടർ സോഴ്സസിലുള്ള വെള്ളം തീർന്നു പോകാത്തത്.
ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ദ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫസ്. ഭൂമിയുടെ സർഫസിൽ കാണപ്പെടുന്ന ടോട്ടൽ വാട്ടറിന്റെ മാസിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇന്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇതിൽ സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ പെടുന്നുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് പെടുന്നുണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഗ്യാഷ്യസ് സ്റ്റേറ്റും പെടുന്നുണ്ട്. ഇനി എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് നോക്കാം. Water cycle is the continuous circulation of water on the earth, under its surface and in the atmosphere. ഭൂമിയുടെ മുകളിലും ഭൂമിക്ക് താഴെയും അതുപോലെ അണ്ടർ ദ സർഫസിലും പിന്നെ അതുപോലെ അറ്റ്മോസ്ഫിയറിലും ഉള്ള വാട്ടറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് വാട്ടർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ഭൂമിയുടെ സർഫസിലുള്ള കടൽ വെള്ളം, അതുപോലെ ലേക്സ്, തടാകത്തിലെ വെള്ളം, പുഴകളിലെ വെള്ളം, കിണറിലെ വെള്ളം, ഇതിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇവാപ്പറേഷൻ വഴി, അതായത് ചൂട് തട്ടി നീരാവിയായി സ്റ്റീമായിട്ട് പോകുന്നു അല്ലേ? ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയാം. ഈ ഇവാപ്പറേഷൻ വഴി എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു അല്ലേ? അവിടെ മേഘങ്ങളിൽ വെച്ചിട്ട് ഈ സ്റ്റീം എന്താവുന്നു? കണ്ടൻസേഷൻ നടക്കുന്നു. പിന്നെ കണ്ടൻസേഷൻ നടന്ന് അതിൽ നിന്ന് മഴയായിട്ട് താഴേക്ക് വരുന്നതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറയുക. ആ പ്രോസസ്സിനെ പ്രസിപ്പിറ്റേഷൻ എന്നാണ് പറയുക. അങ്ങനെ മേഘങ്ങളിൽ നിന്ന് പ്രസിപ്പിറ്റേഷനായി വീണ്ടും താഴേക്ക് വരുന്നു, വെള്ളം താഴേക്ക് വരുന്നു. ഈ വെള്ളം വീണ്ടും ഇവാപ്പറേഷൻ വഴി മുകളിലേക്ക് പോകുന്നു, അവിടെ വെച്ച് കണ്ടൻസേഷൻ നടക്കുന്നു, കണ്ടൻസേഷൻ വഴി വീണ്ടും പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു, വീണ്ടും ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. ഈ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഹാവിൻ യു ഒബ്സർവ് ദ പിക്ചർ? നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ? ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ടേൺസ് ഇൻ ടു വേപ്പർ ത്രൂ എവാപ്പറേഷൻ. ഭൂമിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വാട്ടർ സോഴ്സസിൽ നിന്നുള്ള വാട്ടർ എന്താവുന്നു? ഇവാപ്പറേഷൻ വഴി വേപ്പേഴ്സ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു. ദ വേപ്പർ ദാസ് ഫോംഡ് ബിക്കംസ് ക്ലൗഡ്സ് ത്രൂ കണ്ടൻസേഷൻ. ഈ വേപ്പർ കണ്ടൻസേഷന്റെ ഭാഗമായിട്ട് ക്ലൗഡുകളായിട്ട് മാറുന്നു, മേഘങ്ങളായിട്ട് മാറുന്നു. ഇൻ അഡീഷൻ ടു ക്ലൗഡ്സ്, ഫോഗ് ആൻഡ് ഡ്യൂ ആർ അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. കണ്ടൻസേഷൻ വഴി മേഘങ്ങൾ മാത്രമല്ല, പകരം ഫോഗും മൂടൽമഞ്ഞും ഡ്യൂ ഒക്കെ ആയി മാറുന്നുണ്ട് കേട്ടോ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ ക്ലൗഡ്സ് റീച്ച് ദ എർത്ത് ത്രൂ പ്രസിപ്പിറ്റേഷൻ. അതിനുശേഷം അവിടെ വെച്ചിട്ട് ക്ലൗഡ്സിൽ നിന്ന് എന്താവുന്നു? തണുത്ത് വീണ്ടും അത് മഴയായി താഴേക്ക് പെയ്യുന്നു. ആ പ്രോസസ്സാണ് പ്രസിപ്പിറ്റേഷൻ. റെയിൻ, സ്നോഫോൾ ആൻഡ് ഹെയിൽ സ്റ്റോൺസ് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. റെയിന് മാത്രമല്ല, മഞ്ഞ്, സ്നോ, മഞ്ഞ്, ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴ മഴ, ഇതെല്ലാം പ്രസിപ്പിറ്റേഷന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. ഇനി എന്താണ് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ എന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. Evaporation, the process by which a liquid changes into gaseous form with the help of heat. ചൂടിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ സ്റ്റീമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയാം. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. ഈ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ഈ സ്റ്റീം തണുത്ത് വാട്ടറായി മാറുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫോൾസ് ഓൺ എർത്ത് ആസ് ദ ക്ലൗഡ്സ് cannot ഹോൾഡ് ഇറ്റ് ഫർദർ ഡ്യൂ ടു ഇറ്റ്സ് ഇൻക്രീസ്ഡ് വെയിറ്റ് ആൻഡ് സൈസ് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ. ഇത്തരത്തിൽ കണ്ടിന്യൂസ് കണ്ടൻസേഷൻ നടക്കുമ്പോൾ, അതായത് സ്റ്റീം കണ്ടിന്യൂസ് ആയിട്ട് തണുത്ത് വാട്ടറായി മാറുന്ന സമയത്ത് മേഘങ്ങളിലൊക്കെ ഇതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ അതിനെ അവിടെ നിന്ന് ലിക്വിഡായിട്ട് താഴേക്ക് ഒഴുക്കി കളയുന്ന അല്ലെങ്കിൽ മഴയായിട്ട് താഴേക്ക് വർഷിക്കുന്ന പ്രോസസ്സിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. The water in the hydrosphere moving cyclically through the process of evaporation, condensation and precipitation is known as water cycle. നമ്മൾ പറഞ്ഞു ഹൈഡ്രോസ്ഫിയറിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവാപറേഷനും കണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. വാട്ടർ ഈസ് ആൻ ഇൻവൈറ്റബിൾ ഫാക്ടർ ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം നിലനിന്ന് പോകാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് പോകാൻ ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ് വാട്ടർ. ബട്ട് ഈസ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി എവരിവെയർ ഓൺ എർത്ത്? പക്ഷേ വാട്ടർ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ വിതരണം ചെയ്തിരിക്കുന്നത്? നോ, അല്ല. ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ ദ ഗിവൺ പിക്ചർ. വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഭൂമിയിലുള്ള വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പിക്ചറൈസേഷൻ നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കൂ. എർത്തില് 97% എന്താണ് വാട്ടറിലുള്ളതിൽ ഓഷ്യൻ വാട്ടറാണ്, അഥവാ കടൽ വെള്ളമാണ്. അതുപോലെ ആൻഡ് അതർ സലൈൻ വാട്ടർ, അതുപോലെ മറ്റ് ഉപ്പിന്റെ അംശമുള്ള മറ്റ് വെള്ളങ്ങളുമാണ്. ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വെറും 3% മാത്രമേ ഉള്ളൂ.
ഈ 3%-ൽ തന്നെ 68.7% വാട്ടർ ഇൻ ഐസ് ഷീറ്റ്സ് ആൻഡ് വാട്ടർ ഇൻ ഗ്ലേഷ്യേഴ്സ് ആണ്. അതായത് ഹിമപാളികളിലും ഹിമാനികളിലുമുള്ള വെള്ളത്തിന്റെ എന്താ പറയുക സാമീപ്യമാണ്. പിന്നെ 30.1% അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. 0.3% സർഫസ് വാട്ടർ ആണ്. 0.9% അതർ സോഴ്സസ് ഓഫ് വാട്ടർ ആണ് കേട്ടോ. ഹാവ് യു നോട്ടീസ് ദാറ്റ് 97% ഓഫ് വാട്ടർ ഓൺ എർത്ത് ഈസ് സലൈൻ വാട്ടർ. ഓൺലി 3% ഓഫ് ടോട്ടൽ വാട്ടർ ഓൺ എർത്ത് ഈസ് ഫ്രഷ് വാട്ടർ. നമ്മൾ കണ്ടു എന്ത് 97% എന്താണ് സലൈൻ വാട്ടർ ആണ്, ഉപ്പ് വെള്ളമാണ് അഥവാ കടൽ വെള്ളമാണ്. 3% മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ. എ മേജർ ക്വാണ്ടിറ്റി ഓഫ് ദിസ് ഫ്രഷ് വാട്ടർ ലൈസ് ഫ്രോസൺ ഇൻ ഐസ് ഷീറ്റ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. അതിൽ തന്നെ ഒരു എന്താ പറയുക അധിക ഭാഗവും 68.7% ഫ്രോസൺ ആയിട്ടാണ്, ഐസ് രൂപത്തിലാണ് ഉള്ളത്. ഹെൻസ് വെരി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ലിവിങ് ബീങ്സ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് വളരെ കുറച്ച് അളവിൽ മാത്രമേ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുള്ളൂ. ജസ്റ്റ് ലൈക്ക് ഫ്രഷ് വാട്ടർ, മെറൈൻ വാട്ടർ ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. എന്നാൽ ഫ്രഷ് വാട്ടർ പോലെ തന്നെ കടൽ വെള്ളവും മനുഷ്യന്റെ നിലനിൽപ്പിന് എന്താണ് അത്യന്താപേക്ഷിതമാണ്. ഓഷ്യൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ വെദർ ആൻഡ് സപ്പോർട്ടിംഗ് ഹാബിറ്റാറ്റ്സ്. കടലിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാട്ടർ. എന്തിനൊക്കെ? ഒന്ന്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെദർ, കാലാവസ്ഥയെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അതുപോലെ ഒരുപാട് ജീവികളുടെ ഹാബിറ്റാറ്റ്സ് ആണ് അല്ലെ, ഒരുപാട് മത്സ്യങ്ങളുടെ ആവാസ സ്ഥലമാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ള വിഭവങ്ങളുടെയും കലവറയാണ് ഈ ഓഷ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓഷ്യൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒബ്സർവ് ദ പ്ലക്കാർഡ്സ് പ്രിപ്പയർഡ് ബൈ ചിൽഡ്രൻ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഓഷ്യൻ ഡേ. വേൾഡ് ഓഷ്യൻ ഡേക്ക് വേണ്ടിയിട്ട് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള പ്ലക്കാർഡ്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. കൺസേർവ് ഓഷ്യൻ, പ്രിസേർവ് ലൈഫ് ഓൺ എർത്ത്. കൺസേർവ് ഓഷ്യൻ, സെക്യൂർ അവർ ഫ്യൂച്ചർ. Oceans are not garbage cans, they are treasure houses of resources. Oceans play a vital role in sustaining life on Earth. Let's get familiarized with more features of ocean. മനുഷ്യജീവിതം ഭൂമിയിൽ നിലനിന്ന് പോവാൻ പ്രധാനപ്പെട്ട ഒരു റോള് കടലുകൾ വഹിക്കുന്നുണ്ട്. ഈ കടലുകളെ കുറിച്ച് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ഓഷ്യൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെന്റ്സ്. ഭൂഖണ്ഡങ്ങൾക്ക് ഇടയിലായിട്ട്, കോണ്ടിനെന്റ് എന്ന് വെച്ചാൽ ഭൂഖണ്ഡം, ഭൂഖണ്ഡങ്ങൾക്ക് ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ബോഡീസ് ആണ് ഓഷ്യൻസ്. സീസ് ആൻഡ് ബേസ് ആർ പാർട്സ് ഓഫ് ഓഷ്യൻസ്. കടലുകളും കടലിടുക്കുകളും ഈ ഓഷ്യൻസിന്റെ ഭാഗമാണ്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ ഈസ് നോൺ ആസ് ഓഷ്യനോഗ്രഫി. ഓഷ്യൻസിനെ കുറിച്ചുള്ള ശാസ്ത്രീയപരമായ പഠന മേഖലയുടെ പേരാണ് ഓഷ്യനോഗ്രഫി. Oceanography helps in understanding the complex movement of water in oceans. കടലിലുള്ള വാട്ടർ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഓഷ്യനോഗ്രഫി സഹായിക്കുന്നത്. Moreover, the study helps in addressing challenges like climate change, ocean pollution and depletion of biodiversity. അതുകൂടാതെ കാലാവസ്ഥാ പ്രവചനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങളെ, വ്യതിയാനങ്ങളെ കുറിച്ചും കടലിന്റെ പൊല്യൂഷനെ കുറിച്ചും പിന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ ഡിപ്ലീഷനെ കുറിച്ചും അതായത് നശീകരണത്തെ കുറിച്ചൊക്കെ പഠിക്കാനും ഈ ഓഷ്യനോഗ്രഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വേൾഡ് ഓഷ്യൻ ഡേ എന്നാണ് ജൂൺ 8 ആണ് അല്ലേ. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, വേൾഡ് ഓഷ്യൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂൺ 8 എവറി ഇയർ. എല്ലാ വർഷവും ജൂൺ 8 ആണ് വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. The main objective of this day is to realize the importance of ocean in our life. നമ്മുടെ ജീവിതത്തിൽ ഓഷ്യൻസിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The unscientific intervention of human beings affects the marine habitat adversely. അൺസയന്റിഫിക് ആയിട്ടുള്ള മനുഷ്യ ഇടപെടലുകൾ, അതായത് ശാസ്ത്രീയമായ മനുഷ്യ ഇടപെടലുകൾ കൊണ്ട് മറൈൻ ഹാബിറ്റാറ്റ്സ്, അതായത് സമുദ്രത്തിലുള്ള ഹാബിറ്റാറ്റ്സ് വളരെയധികം ദോഷകരമായിട്ട് അതിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യർ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടിടുക, അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ, പിന്നെ അതുപോലെ ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് തള്ളുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മറൈൻ ഹാബിറ്റാറ്റ്സിന് വളരെയധികം ദോഷകരമായിട്ട് അത് ഭവിക്കുന്നുണ്ട്. Therefore, this day reminds us of the needs to conserve oceans. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഓഷ്യൻസ് നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ പഠിച്ചു സീ, ബേ, സ്ട്രേറ്റ്, ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സീ എന്ന് വെച്ചാൽ എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കോൾഡ് എ സീ. എക്സാമ്പിൾ ദ അറേബ്യൻ സീ. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഓഷ്യന്റെ പാർട്ടാണ് സീ, കടല് എന്ന് പറയുന്നത്.
ഇനി ബേ. എ ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷ്യൻസ് ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ടു ദ ലാൻഡ്. കരയിലേക്ക് കയറി കിടക്കുന്ന ഒരു ഓഷ്യന്റെ പാർട്ടിനെയാണ് നമ്മൾ ബേ എന്ന് പറയുക, അതായത് ഉൾക്കടൽ. എക്സാമ്പിൾ ദ ബേ ഓഫ് ബംഗാൾ. ഇനി അടുത്തത് സ്ട്രേറ്റ്. എ സ്ട്രേറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു സീസ് ഓർ ഓഷ്യൻസ് ആൻഡ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ്. സ്ട്രേറ്റ് എന്ന് വെച്ചാൽ കടലിടുക്ക്. കടലിടുക്ക് എന്താണ്? രണ്ട് ഓഷ്യൻസിനെയോ അല്ലെങ്കിൽ രണ്ട് സീയെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ വാട്ടർ സ്ട്രിപ്പാണ് ബിറ്റ്വീൻ ലാൻഡ് ഏരിയാസ് കേട്ടോ. രണ്ട് ലാൻഡ് ഏരിയക്ക് ഇടയിലായിരിക്കും ഈ സ്ട്രേറ്റ് കാണുന്നത്. എക്സാമ്പിൾ ദ പാർക്ക് സ്ട്രേറ്റ്. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഓഷ്യൻസ്. ഇനി നമുക്കിവിടെ വേൾഡ് മാപ്പിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നോക്കി ഏതൊക്കെ ഓഷ്യൻസ് ആണ് ഉള്ളത് എന്ന് നോട്ട് ചെയ്യുക. ഏതൊക്കെയുണ്ട് മക്കളെ? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സതേൺ ഓഷ്യൻ. ഇനി അതിന് താഴെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇന്ത്യൻ വിമൻ ക്രോസ് പോയിന്റ് നിമോ ഇൻ INSV ടരിനി, ഡൽഹി. ഇന്ത്യൻ നേവൽ ഓഫീസേഴ്സ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആൻഡ് റൂബ എ ക്രോസ്ഡ് പോയിന്റ് നിമോ ഓൺ January 30th, 2025 ആസ് പാർട്ട് ഓഫ് സാഗർ പരിക്രമ 2, എ നേവൽ എക്സസൈസ് ടു circumnavigate the world by sea. സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ട് വേൾഡ് സർക്കംനാവിഗേറ്റ്, അതായത് സമുദ്രത്തിലൂടെയുള്ള പരിക്രമണം പൂർത്തിയാക്കി പോയിന്റ് നിമോ ആരൊക്കെ? ലഫ്റ്റനന്റ് ദിൽന കെയും റൂബയും ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പോയിന്റ് നിമോ എന്നാണ് ഇനി നോക്കുന്നത്. ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ്? ഹാവ് യു ഹേർഡ് ഓഫ് പാർട്ട് ഓഫ് ദ ഓഷ്യൻ പോയിന്റ് നിമോ? പോയിന്റ് നിമോ എന്ന് പറയുന്നത് ഓഷ്യന്റെ ഒരു ഭാഗമാണ്. പോയിന്റ് നിമോ ഈസ് ദ ഫാർദസ്റ്റ് പോയിന്റ് ഓൺ ഓഷ്യൻ ഫ്രം ദ ലാൻഡ്. കരയിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള കടലിന്റെ ഒരു പോയിന്റ് ആണ്, ഭാഗമാണ് എന്ത്? പോയിന്റ് നിമോ എന്നുള്ളത്. ഫ്രം ദിസ് പോയിന്റ് വൺ ഹാസ് ടു ട്രാവൽ മോർ ദാൻ 2000 കിലോമീറ്റേഴ്സ് ടു റീച്ച് ദ നിയറസ്റ്റ് പോയിന്റ് ഓൺ ലാൻഡ്. ഈ പോയിന്റ് നിമോയിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കരഭാഗത്തേക്ക് എത്തുകയുള്ളൂ. പോയിന്റ് നിമോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലാണ് പോയിന്റ് നിമോ ഉള്ളത്. ഇനി നമുക്ക് പസഫിക് ഓഷ്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദ പസഫിക് ഓഷ്യൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. ഏറ്റവും വലുതും ആഴമേറിയതുമായ ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. About 1/3 ഓഫ് ദ എർത്ത് സർഫസ് ഈസ് കവേർഡ് ബൈ ദിസ് ഓഷ്യൻ. ഭൂമിയുടെ 1/3 ഭാഗവും എന്താണ്? ഈ പസഫിക് ഓഷ്യൻ ആണ്. പസഫിക് ഓഷ്യൻ. ദ നെയിം പസഫിക് വാസ് ഗിവൺ ബൈ ഫ്രെഡിനൻഡ് മഗല്ലൻ. മഗല്ലൻ ആണ് പസഫിക് ഓഷ്യന് ഈ പേര് നൽകിയിട്ടുള്ളത്. എക്സ്പ്ലോറർ മഗല്ലൻ കോൾഡ് ഇറ്റ് മാർ പസഫിക്കോ വിച്ച് മീൻസ് പീസ്. ഈ മാർ പസഫിക്കോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം ഇതിനെ വിളിച്ചത്. അതിന്റെ അർത്ഥം പീസ് എന്നാണ്. വളരെ ശാന്തമായി ഒഴുകുന്ന ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഹി നെയിംഡ് ഇറ്റ് പസഫിക് ബിക്കോസ് ഹി ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ദ കാമർ ദാൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനെ അപേക്ഷിച്ച് കാമായിട്ട്, വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ അങ്ങനെ വിളിച്ചത്. Observe the map and find the continents that are bordered by the Pacific Ocean. പസഫിക് ഓഷ്യനെ ചുറ്റിയിരിക്കുന്ന, അതിന് ചുറ്റുമുള്ള കോണ്ടിനെന്റ്സ് ഏതൊക്കെയെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. ഏഷ്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐസ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ദിസ് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ ഐലൻഡ്സ് ഫൗണ്ട് ചെയ്യുന്നത്, ദ്വീപുകൾ കാണപ്പെടുന്നത് ഈ പസഫിക് ഓഷ്യനിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ് ആൻഡ് ന്യൂസിലാൻഡ് ആർ സം ഓഫ് ദ മേജർ ഐലൻഡ്സ് ഇൻ ദ പസഫിക്. പസഫിക് ഓഷ്യനിലുള്ള ചില പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഫിലിപ്പീൻസ്, ജപ്പാന്, ഹവായ്, ന്യൂസിലാൻഡ് തുടങ്ങിയവ. The Challenger Deep in the Mariana Trench located in the Pacific Ocean is the deepest point on the earth. മരിയാന ട്രെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ചലഞ്ചർ ഡീപ്പാണ് ഇവിടത്തെ എന്നല്ല, ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. സെവറൽ ട്രെഞ്ചസ് ആൻഡ് ആക്റ്റീവ് വോൾക്കാനോസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഓഷ്യൻ. ഇത്തരത്തിലുള്ള ട്രെഞ്ചുകളും കുറച്ച് വോൾക്കാനോസും ഒക്കെ ഈ ഓഷ്യന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫീച്ചറാണ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് റിലേറ്റഡ് ടു ദ പസഫിക് ഓഷ്യൻ. ഇനി പസഫിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ വർക്ക്ഷീറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തേത് നോക്കൂ, മേജർ ഐലൻഡ്സ്, പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ്? ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ്. ദ ഡീപ്പസ്റ്റ് പോയിന്റ് ചലഞ്ചർ ഡീപ്പാണ്, മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പ്. പിന്നെ അതുപോലെ കോണ്ടിനെന്റ്സ് ബോർഡറിംഗ് ദ ഓഷ്യൻ. ഇതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന, പസഫിക് ഓഷ്യനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോണ്ടിനെന്റ്സ് ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. അടുത്തത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. താഴെ ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ.
Titan submersible implodes. Washington. The Titan submersible implodes after losing communication with the mother vessel. The Polar Prince, a team of 5 who went to explore the remains of the Titanic that sunk in the Atlantic Ocean in 1912, were on board when the accident occurred. അറ്റ്ലാന്റിക് ഓഷ്യനിൽ 1912 മുങ്ങിപ്പോയി നശിച്ചിട്ടുള്ള ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ, അതിൻ്റെ റിമൈൻസ്, അതായത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാനായിട്ട് പോയ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു പേടകം അതിൻ്റെ മദർ വെസലുമായിട്ടുള്ള പോളാർ പ്രിൻസ് എന്ന് പറയുന്ന മദർ വെസലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമായി. അതിന് അപകടം സംഭവിച്ചു എന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലൈസ്ഡ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ദാറ്റ് ആർ റെഫേർഡ് ടു ഇൻ ദിസ് ന്യൂസ്. ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉള്ളത്. ഫസ്റ്റ് പൊസിഷൻ ആരായിരുന്നു? പസഫിക് ഓഷ്യൻ ആയിരുന്നു അല്ലേ. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എസ് എന്ന ലെറ്ററോട് സാദൃശ്യത്തിലാണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ കിടക്കുന്നത്. കണ്ടോ, പിക്ചറിൽ നോക്കിയാൽ അറിയാം, എസ് പോലെയാണ് അല്ലേ. ഓരോ ഇതിലും സൗത്ത് അമേരിക്ക, ആഫ്രിക്ക എന്നീ കോണ്ടിനെന്റ്സ് ആ എസ്സിന് ഇങ്ങനെ ഡീപ്പ് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ പാത ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഉള്ളത്. The oceanic ridge called the Mid-Atlantic Ridge, situated in the middle of the ocean, is another feature of the Atlantic. സമുദ്രത്തിന്റെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, അതായത് മധ്യപർവ്വത നിര, ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. The Milwaukee Deep in the Puerto Rico Trench is the deepest point. പ്യൂട്ടോ റിക്കോ ട്രെഞ്ചിലുള്ള മിൽവോക്കി ദ്വീപാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം. Newfoundland and Iceland are some of the important islands in the Atlantic Ocean. അറ്റ്ലാന്റിക് ഓഷ്യനിലെ ചില പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ന്യൂഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും. Find the continents that are bordered by the Atlantic Ocean with the help of an atlas or globe. അറ്റ്ലസിന്റെയോ ഗ്ലോബിന്റെയോ സഹായത്തോട് കൂടിയിട്ട് അറ്റ്ലാന്റിക് ഓഷ്യന് ബൗണ്ട് ചെയ്തിട്ടുള്ള കോണ്ടിനെന്റ്സ് എഴുതണം. അത് നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയവയാണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? നെയിം അറ്റ്ലാന്റിക് ഓഷ്യൻ, പിന്നെ അതിന്റെ നാച്ചുറൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൗത്ത് അമേരിക്ക, വെസ്റ്റ് സൗത്ത് അമേരിക്ക, പിന്നെ അതുപോലെ നോർത്ത് അമേരിക്ക, ഈസ്റ്റ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക, നോർത്ത് ആർട്ടിക് സീ, പിന്നെ അതുപോലെ സൗത്ത് അന്റാർട്ടിക്ക. ഓക്കെ, ഇനി മേജർ ഐലൻഡ്സ് ഏതൊക്കെയാണ്? ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, ദെൻ ബ്രിട്ടീഷ് ഐലൻഡ്സ്, അസോറസ് ഐലൻഡ്സ്, സെന്റ് ഹെലേന. ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്യൂട്ടോ റിക്കോ ട്രെഞ്ച് ആണ്. ഇനി അതിന് താഴെ നമുക്ക് കുറച്ച് ന്യൂസ് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അതിന്റെ ഹെഡിങ്സ് വന്നിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ഹാർബർ ഓൺ ദ വിങ്സ് ഓഫ് ഡെവലപ്മെന്റ്. വിഴിഞ്ഞം സ്ക്രിപ്റ്റ്സ് എ ന്യൂ ഹിസ്റ്ററി. വിഴിഞ്ഞം എ ന്യൂ ഗേറ്റ്വേ ഫോർ ഇന്ത്യ ടു ദ വേൾഡ്. യു ഹാവ് റെഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ്. ഹാവൻറ്റ് യു? വിച്ച് ഈസ് ദ ഓഷ്യൻ ബോർഡറിംഗ് ദിസ് പോർട്ട്. ഈ വിഴിഞ്ഞം പോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓഷ്യൻ ഏതാണ്, അല്ലെങ്കിൽ ഏത് ഓഷ്യനിലാണ് ഈ വിഴിഞ്ഞം പോർട്ട് ഉള്ളത്? നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യനിലാണ്. ആ ഇന്ത്യൻ ഓഷ്യനെ കുറിച്ചാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു കൺട്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഓഷ്യനാണ് ഇന്ത്യൻ ഓഷ്യൻ. ആകെ ഒരേ ഓഷ്യനേ ഉള്ളൂ, അങ്ങനെ അത് ഇന്ത്യൻ ഓഷ്യനാണ്. ഇന്ത്യ എന്നുള്ള കൺട്രിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ. ദിസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. വലുപ്പത്തിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ലൈങ് ക്ലോസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ അടുത്ത് കാണപ്പെടുന്ന കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. The Bay of Bengal and the Arabian Sea are parts of the Indian Ocean. ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗങ്ങളാണ്. ജാവ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഇൻ ദിസ് ഓഷ്യൻ. ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ പാർട്ട് ജാവ ട്രെഞ്ച് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൾഡൈവ്സ് ആൻഡ് ശ്രീലങ്ക ആർ മേജർ ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ആൻഡമാൻ, നിക്കോബാർ, അതുപോലെ ലക്ഷദ്വീപ്, മാൾഡൈവ്സ്, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ളവ. ദ മലാക്ക സ്ട്രേറ്റ് കണക്ട്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ പസഫിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ആണ്, കടലിടുക്കാണ് എന്ത്? ദ മലാക്ക സ്ട്രേറ്റ് എന്നുള്ളത്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ കൺട്രീസ് ദാറ്റ് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ യൂസിങ് ആൻ അറ്റ്ലസ് ഓർ ഗ്ലോബ്.
ഇന്ത്യൻ ഓഷ്യനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, മാൽഡൈവ്സ്, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ. അടുത്ത ഓഷ്യനാണ് ദ സദേൺ ഓഷ്യൻ. ഫൈൻഡ് ദ ഓഷ്യൻ ദാറ്റ് സറൗണ്ട്സ് അന്റാർട്ടിക്ക വിത്ത് ദ ഹെൽപ്സ് ഓഫ് എ ഗ്ലോബ് ഓർ ആൻ അറ്റ്ലസ്. അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഓഷ്യൻ, അന്റാർട്ടിക്കയെ മൂടി കാണപ്പെടുന്ന ഓഷ്യന്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? സദേൺ ഓഷ്യൻ ആണ്. കണ്ടോ, പിക്ചറിൽ കാണാം നമുക്ക്. സദേൺ ഓഷ്യൻ ആണ്. The Southern Ocean surrounds Antarctica at almost 60 degrees south latitude. This ocean shares its borders with all the oceans except the Arctic Ocean. ആർട്ടിക് ഓഷ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓഷ്യൻസുമായിട്ടും ഈ സദേൺ ഓഷ്യൻ എന്താണ്? അതിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ദ സദേൺ ഓഷ്യൻ ഈസ് ഫോർത്ത് ഇൻ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ഇറ്റ് സൈസ്. വലുപ്പത്തിൽ 4ാം സ്ഥാനമാണ് സദേൺ ഓഷ്യൻ ഉള്ളത്. ഡോൾമാൻ ആൻഡ് ഹെർഡ് ആർ സം ഓഫ് ദ ഐലൻഡ്സ് ഇൻ ദിസ് ഓഷ്യൻ. ഈ ഓഷ്യനിലെ ചില പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഡോൾമാനും ഹെർഡും. The Factorian Deep in the South Sandwich Trench is the deepest point in this ocean. സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ചിലെ ഫാക്ടോറിയൻ ഡീപ്പാണ് ഈ സദേൺ ഓഷ്യനിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. നെക്സ്റ്റ് ആർട്ടിക് ഓഷ്യൻ ആണ്. ദ ആർട്ടിക് ഓഷ്യൻ. ദി ആർട്ടിക് ഓഷ്യൻ ഈസ് സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ. ദ നോർത്ത് പോൾസ് ഈസ് ഇൻ ദ ആർട്ടിക് ഓഷ്യൻ. പൂർണ്ണമായിട്ടും ആർട്ടിക് സർക്കിളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഓഷ്യനാണ് ആർട്ടിക് ഓഷ്യൻ. ഈ ആർട്ടിക് ഓഷ്യനിലാണ് നോർത്ത് പോള് വരുന്നത്. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷ്യൻ. ഇത് ഏറ്റവും ചെറിയ ഓഷ്യനാണ്. ദിസ് ഏരിയ ഈസ് മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദ ഇയർ. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇവിടെ എന്തായിരിക്കും? മഞ്ഞ് മൂടപ്പെട്ടാണ് കിടക്കുന്നത്. ദ മൊലോയ് ദ്വീപ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ദിസ് ഓഷ്യൻ. ഈ കടലിലെ ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പാർട്ട് മൊലോയ് ഡീപ്പാണ്. The Arctic Ocean is the northernmost border of Asia, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള കോണ്ടിനെന്റ്സിന്റെ നോർത്തേൺ ബോർഡർ കൂടിയാണ് ഈ ആർട്ടിക് ഓഷ്യൻ. ഇനി ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു ഓഷ്യൻ. ഓരോ ഓഷ്യൻസും അതിന്റെ പൊസിഷൻ ഇൻ സൈസ്, വലുപ്പത്തിൽ എത്രാം സ്ഥാനത്ത്, അതിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏത്, മേജർ ഐലൻഡ്സ് ഏതൊക്കെയെന്നാണ് എഴുതേണ്ടത് കേട്ടോ. ആദ്യത്തേത് സദേൺ ഓഷ്യൻ ആണ്. അതിന്റെ പൊസിഷൻ വരുന്നത് 4th പൊസിഷൻ ആണ്. ഡീപ്പസ്റ്റ് പോയിന്റ് ഫാക്ടോറിയൻ ഡീപ്പാണ്. മേജർ ഐലൻഡ്സ് ഡോൾമാനും ഹേഡും ആണ്. നെക്സ്റ്റ് ആർട്ടിക് ഓഷ്യൻ ആണ്. അതിന്റെ പൊസിഷൻ 5th പൊസിഷൻ ആണ്. ഡീപ്പസ്റ്റ് പോയിന്റ് മൊല്ലോയ് ഡീപ്പാണ്. അതിന് മേജർ ഐലൻഡ്സ് ഒന്നും തന്നെ ഇല്ല. ഐലൻഡ്സ് ഇല്ലാത്ത ഒരേ ഒരു ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ ആണ് കേട്ടോ. പിന്നെ പസഫിക് ഓഷ്യൻ പൊസിഷൻ ഇൻ സൈസ് 1st പൊസിഷൻ ആണ്. ഡീപ്പസ്റ്റ് പോയിന്റ് ചലഞ്ചർ ഡീപ്പാണ്. മേജർ ഐലൻഡ്സ് ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ്. അറ്റ്ലാന്റിക് ഓഷ്യൻ പൊസിഷൻ ഇൻ സൈസ് 2nd പൊസിഷൻ ആണ്. ഡീപ്പസ്റ്റ് പോയിന്റ് വരുന്നത് മിൽവോക്കി ഡീപ്പാണ്. മേജർ ഐലൻഡ്സ് ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും ആണ്. ദെൻ ഇന്ത്യൻ ഓഷ്യന് സൈസിൽ 3rd പൊസിഷൻ ആണ്. ഡീപ്പസ്റ്റ് പോയിന്റ് ജാവ ട്രെഞ്ച് ആണ്. മേജർ ഐലൻഡ്സ് വരുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൽഡൈവ്സ്, ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ളവയാണ്. ഓഷ്യൻ ആൻഡ് മൂവ്മെന്റ്സ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡയറി എൻട്രി തന്നിട്ടുണ്ട്. വായിച്ചു നോക്കൂ. എ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് സാൻഡ്, an endless sea that spreads beyond the horizon, seagulls and eagles flying in circles, canoes and boats sailing along the waves, waves that touch the shore one after the other. Sometimes they would caress my feet, singing a lullaby. At times they would dash onto the shore. A naughty wave made me melt. Thus I tasted sea water for the first time in life. How salty the sea water is. നല്ല വളരെ മനോഹരമായിട്ട് കടലിനെ വർണ്ണിച്ചെഴുതിയ, കടലിലേക്ക് പോകുന്നു, കടൽ കാണാൻ പോയ ആ സമയത്തുള്ള ഒരു അനുഭവക്കുറിപ്പാണ് തന്നിട്ടുള്ളത് കേട്ടോ. കടൽ വെള്ളത്തിന്റെ രുചി അറിയുന്നു, ഉപ്പ് രുചി അറിയുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തിരമാല വന്ന് കുട്ടിയുടെ കാലിൽ തൊട്ടു, ആ സമയത്താണ് കടലിന്റെ രുചി അറിയുന്നത് എന്നൊക്കെയാണ് വളരെ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. ഹാവ് യു റെഡ് ദ നോട്ട് ബൈ ദിയ ഫ്രം ഇടുക്കി. ദിയ എഴുതിയതാണ്. ഹു സോ ദ സീ ഫോർ ദ ഫസ്റ്റ് ടൈം വെൻ ഷീ വെന്റ് ടു എ ബീച്ച് ആസ് എ പാർട്ട് ഓഫ് സ്റ്റഡി ടൂർ. സ്റ്റഡി ടൂറിന്റെ ഭാഗമായിട്ട് ബീച്ചിലേക്ക് പോയ ദിയ എഴുതിയ ഒരു ഡയറിയാണ് വായിച്ചത് കേട്ടോ. ഹാവ് യു സീ ദ വേവ്സ്? സീൻ വേവ്സ്. നിങ്ങൾ തിരമാലകൾ കണ്ടിട്ടുണ്ടോ? യെസ്. വാട്ട് ആർ വേവ്സ്? എന്താണ് തിരമാലകൾ? വേവ്സ് ആർ മൂവ്മെന്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ. കടലിന്റെ അല്ലെങ്കിൽ ഓഷ്യന്റെ, സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ, സർഫസിൽ കാറ്റുണ്ടാക്കുന്ന ഇളക്കമാണ്, മൂവ്മെന്റ്സ് ആണ് വേവ്സ്. അതായത് ശക്തമായ കാറ്റ് വീശുന്ന സമയത്ത് മുകളിലെ വെള്ളം ഇങ്ങനെ അലകളായി, തിരമാലകളായിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് പറയാ, തിരമാല എന്ന് പറയാം. ദ എനർജി ഫ്ലോ ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദ സർഫസ് ഓഫ് ദ സീ. ഈ കാറ്റിന്റെ എനർജിയിലാണ് എന്താണ്
ഇതുണ്ടാവുന്നത്, അപ്സ് ആൻഡ് ഡൗൺസ്, വാട്ടറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നത് ഈ മൂവ്മെന്റ്സ് ആണ് വേവ്സ് ആയിട്ട് മാറുന്നത്. Waves are usually formed when the wind blows over the surface of the water. These continuous ups and downs of the ocean water are called waves. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വാട്ടറിന്റെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് മൂവ്മെന്റ്സിനെയാണ് നമ്മൾ വേവ്സ് എന്ന് വിളിക്കുക. ദ സൈസ് ഓഫ് ദ വേവ്സ് ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ വേഗത എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് തിരമാലകളുടെ വലുപ്പത്തിൽ മാറ്റം വരുന്നത്. അതായത് കാറ്റിന് നല്ല ശക്തമായ കാറ്റാണെങ്കിൽ തിരമാലകൾക്ക് വലുപ്പം കൂടുതലായിരിക്കും അല്ലേ. ഇൻ അഡീഷൻ ടു ദ വേവ്സ്, ocean water movements include high tides, low tides and ocean currents. Let us examine them in detail. ഈ വേവ്സ് കൂടാതെ തന്നെ ഓഷ്യന്റെ മറ്റ് മൂവ്മെന്റ്സ് ആണ് ഹൈ ടൈഡ്, അതായത് വേലിയേറ്റം, ലോ ടൈഡ്സ് വേലിയിറക്കം, ഓഷ്യൻ കറന്റ്സ് സമുദ്രജല പ്രവാഹം തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ആർ ഫിനോമിന ഓഫ് റൈസിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കടൽ വെള്ളത്തിന്റെ അളവിൽ വരുന്ന ഉയർച്ച താഴ്ചകളാണ് നമ്മൾ ഹൈ ടൈഡ്, ലോ ടൈഡ് എന്ന് പറയുന്നത്. ദ റൈസ് ഇൻ ദ സീ ലെവൽ ഈസ് കോൾഡ് എ ഹൈ ടൈഡ് ആൻഡ് ദ ഫോൾ ഇൻ ഈസ് കോൾഡ് എ ലോ ടൈഡ്. തിരമാല എന്താ പറയുക, കടലിന്റെ നിരപ്പിന്റെ ഉയർച്ചയാണ് നമ്മൾ ഹൈ ടൈഡ് എന്ന് പറയുക, അതിന്റെ താഴ്ചയാണ് ലോ ടൈഡ് എന്ന് പറയുന്നത്. Imagine rivers flowing through the ocean. Like rivers, water in the ocean is flowing through it for several kilometers. Ocean current is a phenomena by which water flows through the ocean in a fixed direction through a fixed path. Such currents are there in all the ocean. ഇപ്പോൾ കടലിന്റെ നടുവിലൂടെ, കടലിന്റെ ഉള്ളിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അത്തരത്തിൽ ഈ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലൊരു പുഴ പോലെയുള്ള ഒഴുക്ക് എല്ലാ കടലിന്റെ ഉള്ളിലൂടെയും നടക്കുന്നുണ്ട്. ഈ ഫിനോമിനയാണ് നമ്മൾ ഓഷ്യൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് കടലിന് നടുക്ക് ഒരു പുഴ പോലെ ഒഴുകുന്ന ജലപ്രവാഹമാണെന്ത്, ഓഷ്യൻ കറണ്ട് എന്നത് കേട്ടോ. ഇനി ഹൈ ടൈഡും ലോ ടൈഡും ഓഷ്യൻ കറണ്ട്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ നോക്കാം. ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്. The gravitational force of the sun and the moon and the centrifugal force result in the rise and fall of the sea level that are called high tide and low tide. ഹൈ ടൈഡിനും ലോ ടൈഡിനും കാരണം എന്ന് പറയുന്നത് സണ്ണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമാണ്. സണ്ണിന്റെയും മൂണിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ് കേട്ടോ. ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് ദ എർത്ത് ദാറ്റ് ഫേസസ് ദ മൂൺ ആൻഡ് ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് അറ്റ് ദ സെയിം ടൈം. ഭൂമിയിൽ ചന്ദ്രൻ അഭിമുഖമായി വരുന്ന വശത്ത് ഒരേ സമയം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിന്റെ മറുവശത്ത് അതേസമയം സെൻട്രിഫ്യൂഗൽ ഫോഴ്സും വരുന്ന സമയത്താണ് ഹൈ ടൈഡും ലോ ടൈഡും അനുഭവപ്പെടുന്നത്. ലോ ടൈഡ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഓൺ അതർ പാർട്സ് ഓഫ് ദ എർത്ത് അറ്റ് ദിസ് ടൈം. ആ സമയത്ത് എന്താ പറയുക, ഒരു വശത്ത് ഹൈ ടൈഡും മറുവശത്ത് ലോ ടൈഡും ആണ് അനുഭവപ്പെടുക. Ocean currents. Ocean currents are phenomena by which water flows through a fixed channel continuously. തുടർച്ചയായിട്ട് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പാത്തിലൂടെ വെള്ളം ഒഴുകുന്നത്, കടലിന് നടുക്കൂടെ വെള്ളം ഒഴുകുന്നതിനെയാണ് നമ്മൾ ഓഷ്യൻ കറണ്ട്സ് എന്ന് വിളിക്കുക. Factors such as the wind variation in the temperature and salinity of the ocean and the rotation of the earth are some of the reasons that influence ocean currents. ഓഷ്യൻ കറണ്ടിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ് കാറ്റ്, അതുപോലെ ടെമ്പറേച്ചറിലുള്ള വ്യത്യാസങ്ങൾ, സലൈനിറ്റിയിലുള്ള വ്യത്യാസം, അതായത് ഓരോ കടലിൻ്റെയും ലവണത്വത്തിന്, ഉപ്പിൻ്റെ അളവിന് ഇതായിരിക്കും ഉണ്ടായിരിക്കുക അത്, പിന്നെ ഭൂമിയുടെ റൊട്ടേഷൻ തുടങ്ങിയിട്ടുള്ളവ ഈ ഓഷ്യൻ കറണ്ടിനെ സ്വാധീനിക്കുന്ന ചില ഫാക്ടേഴ്സാണ്. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെറ്റ് us കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. ഓഷ്യൻ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാപ്പാണ് തന്നിട്ടുള്ളത്, അത് പൂർത്തിയാക്കി കൊടുക്കണം. ആദ്യത്തേത് നോക്കൂ. മൂവ്മെന്റ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ. ഓഷ്യന്റെ സർഫസിൽ വിൻഡ് ഉണ്ടാക്കുന്ന മൂവ്മെന്റിനെ നമ്മൾ എന്താ വിളിക്കുക, വേവ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്, അതെന്താണ്? ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ആർ ഫിനോമിന ഓഫ് റൈസിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ്. കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാവുന്ന സീ ലെവലിൽ ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകളാണ് ഹൈ ടൈഡും ലോ ടൈഡും. അടുത്ത മൂവ്മെന്റ് ഓഷ്യൻ കറണ്ട്സ് ആണ്. ദ ഫിനോമിന ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഓഷ്യൻ ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ ത്രൂ എ ഫിക്സഡ് പാത്ത്. കൃത്യമായിട്ടുള്ളൊരു പാത്തിലൂടെ, കൃത്യമായിട്ടുള്ള ഡയറക്ഷനിൽ, അതായത് ഒരേ ഡയറക്ഷനിൽ തന്നെ കടലിന് നടുക്കുള്ള ഒരു സമുദ്രപാതയാണ്, അല്ലെങ്കിൽ ഒരു കടലിനുള്ളിലൂടെ ഒരു റിവർ ഒഴുകുന്നത് പോലെയുള്ള ഒരു വാട്ടർ ഫ്ലോ ആണ് ഓഷ്യൻ കറണ്ട്സ്. യു ഹാവ് റെഡ് ദിയാസ് എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റിംഗ് സീ വാട്ടർ, ഹാവൻറ്റ് യു? നമ്മൾ ദിയ സീ വാട്ടർ രുചിച്ചതിന് നമ്മൾ ആ ഒരു ഡയറി കുറിപ്പിൽ വായിച്ചു അല്ലേ, സോൾട്ടി എന്നല്ലേ. ഡു യു നോ വൈ സീ വാട്ടർ ഇസ് സോൾട്ടി? എന്തുകൊണ്ടാണ് കടൽ വെള്ളത്തിന് ഉപ്പുരസം എന്നറിയോ? മിനറൽ സോൾട്ട്സ് ആർ ഡിസോൾഡ് ഇൻ വാട്ടർ ഫ്രം ഓൾ സോഴ്സസ്. എല്ലാ സോഴ്സസിലും എന്തുണ്ട്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ബട്ട് ദ എമൗണ്ട് ഓഫ് സോൾട്ട്സ് ഇൻ സീ വാട്ടർ ഈസ് കമ്പാരറ്റീവ്ലി ഹൈ. പക്ഷേ കടൽ വെള്ളത്തിലുള്ള മിനറൽസിന്റെയും സോൾട്ടിന്റെയും
അളവ് എന്താണ് കൂടുതലാണ്. ദാറ്റ് ഈസ് വൈ സീ വാട്ടർ റിമെയിൻ സോൾട്ടി. അതുകൊണ്ടാണ് കടൽ വെള്ളം നമുക്ക് ഉപ്പുരസമായിട്ട് തോന്നുന്നത്. സലൈനിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ ദ മിനറൽ സോൾട്ട്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള എല്ലാ മിനറൽ സോൾട്ടിന്റെയും ടോട്ടൽ അളവാണെന്ത് സലൈനിറ്റി എന്ന് പറയുന്നത്. ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഓഷ്യൻസ് ആർ ദ സോഴ്സസ് ഓഫ് precious resources. How do oceans influence our lives? List after examining the pictures. ഓഷ്യൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കി മനസ്സിലാക്കുക. ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് എന്ന് തന്നിട്ടുണ്ട്. നോക്കുക അവിടെ പിക്ചേഴ്സിൽ എന്തൊക്കെയാണല്ലോ. ഒന്ന് റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ്, കാലാവസ്ഥ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് നമ്മൾക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രൊവൈഡ്സ് ഫിഷ് വെൽത്ത് ആൻഡ് അതർ റിസോഴ്സസ്. മത്സ്യസമ്പത്തും മറ്റു വിഭവങ്ങളും എന്താണ് തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നാലാമത്തെ ചിത്രം. മെയിൻറ്റെയിൻസ് ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻ. ഇന്റർനാഷണൽ ബന്ധങ്ങൾ വാണിജ്യത്തിലൂടെ നിലനിർത്തുന്നുണ്ട്. അതാണ് നമുക്ക് രണ്ടാമത്തെ പിക്ചർ, കപ്പലിന്റെ ആ പിക്ചർ. പിന്നെ ടൂറിസത്തിലും ഓഷ്യൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സ് ഹാവ് ഡിപ്പെൻഡ്സ് ഓൺ ഓഷ്യൻസ് ഫോർ ദെയർ ലൈവ്ലിഹുഡ്സ് ഇൻ ഏൻഷ്യൻ ടൈംസ്. പുരാതന കാലം മുതൽ തന്നെ സമുദ്രങ്ങളെ മനുഷ്യർ ആശ്രയിച്ചിരുന്നു. അലോങ് വിത്ത് സീ ഫുഡ്സ് ഓഷ്യൻ പ്രൊവൈഡ് അതർ റിസോഴ്സസ് ആസ് വെൽ. കടലിൽ നിന്നുള്ള സീ ഫുഡ്സ് മാത്രമല്ല മറ്റു റിസോഴ്സസും കടൽ നമുക്ക് നൽകുന്നുണ്ട്. മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ ട്രേഡ്. The oceans plays a significant role in regulating global warming and producing oxygen. Coasts are also a popular tourist destination. എന്തൊക്കെയാ മക്കളെ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്റർനാഷണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ട്രേഡിലൂടെ. അതുപോലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൂറിസത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കവിടെ കുറച്ച് ഓഷ്യൻസിനെ പൊല്യൂട്ട് ആക്കുന്ന പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിക്ഷേപിച്ചത്, അതുപോലെ ഫാക്ടറികളിൽ നിന്ന് എന്താ പറയുക വേസ്റ്റ് ഒഴുക്കുന്നത്. ഹാവിങ് ടു എക്സാമിൻ ദ പിക്ചേഴ്സ്. ആർ ദീസ് സൈറ്റ്സ് ഫെമിലിയർ ടു യു? ഓഷ്യൻസ് ഫേസ് സെവറൽ ചാലഞ്ചസ്. ഇതൊക്കെ എന്താണ്? ഓഷ്യൻസ് നേരിടുന്ന വെല്ലുവിളികളാണ്. പൊല്യൂഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതാണ് ഇത് തന്നെ, പൊല്യൂഷൻ, മലിനീകരണമാണ്. Dumping of chemicals and other dangerous substances are a threat to the marine ecosystem. ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് കൂട്ടിയിടുക എന്നുള്ളത് എന്താണ്, സമുദ്രത്തിലുള്ള എക്കോസിസ്റ്റത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു ഭീഷണിയാണ്. നോട്ട് ഓൺലി ഓഷ്യൻസ് ബട്ട് ഓൾസോ ഫ്രഷ് വാട്ടർ സോഴ്സസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ് എക്സെട്ര ആർ അഫക്റ്റഡ് ബൈ പൊല്യൂഷൻ. കടലിനെ മാത്രമല്ല ഫ്രഷ് വാട്ടർ സോഴ്സസ് ആയിട്ടുള്ള ശുദ്ധജല സ്രോതസ്സുകളായിട്ടുള്ള പുഴകൾക്കും തടാകങ്ങൾക്കും ഒക്കെ ഈ പൊല്യൂഷന്റെ പ്രശ്നം വളരെയധികം ബാധിക്കുന്നുണ്ട്. വേസ് ടു കൺസേർവ് ഓഷ്യൻ. ഇനി സമുദ്രങ്ങളെ സംരക്ഷിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ലെറ്റ്സ് എക്സാമിൻ വേസ് ടു കൺസേർവ് ഓഷ്യൻ. പ്രിവെന്റ് പ്ലാസ്റ്റിക്, കെമിക്കൽസ് എക്സെട്ര ഫ്രം റീച്ചിങ് ദ ഓഷ്യൻ. പ്ലാസ്റ്റിക്, കെമിക്കൽസ് ഒക്കെ എന്താണ് കടലിലേക്ക് എത്തുന്നത് തടയുക. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. തീരദേശങ്ങളെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് സീ ഓഷ്യൻ. സമുദ്രങ്ങൾ കൺസേർവ് ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാവർക്കും ബോധവൽക്കരണം നൽകുക. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്. അശാസ്ത്രീയമായ മീൻപിടുത്തങ്ങളൊക്കെ ഒഴിവാക്കുക. പ്രിസർവ് ദ മറൈൻ എക്കോസിസ്റ്റം. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക. ഇനി നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ തീം സോങ്സ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ വരച്ച് ചെയ്യാം. ഞാൻ അതിന് വേണ്ട കുറച്ച് കൊട്ടേഷൻസ് മാത്രം തരുന്നുണ്ട് കേട്ടോ. ദി ഓഷ്യൻ ഈസ് അവർ ലൈഫ്, ലെറ്റ്സ് പ്രൊട്ടക്ട് ഇറ്റ് ടുഗെദർ. ദ ബ്ലൂ ഓഷ്യൻ ഈസ് അവർ വെൽത്ത്, ലെറ്റ്സ് നോട്ട് ത്രോ അവേ ദ ഗാർബേജ്. Let's love the ocean. Let's protect the living creatures. Don't pollute the ocean. Let's preserve it for future generations. Every drop of water is precious. Let's save it without wasting it. We have learned about oceans and their characteristics. കടലിനെ കുറിച്ചും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. It is essential to conserve the marine ecosystem, which is home to a great variety of animals and plants, ranging from microorganisms to the blue whale. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് മുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയായ ബ്ലൂ വെയിൽ വരെയുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് എന്ത്, കടല് അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത്. Misuse of water and its pollution is a threat to the existence of life on the earth. കടൽ വെള്ളം വളരെയധികം അല്ലെങ്കിൽ കടലിനെ പൊല്യൂട്ട് ചെയ്യുകയും അതിനെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത് വരും കാലത്ത് ഭൂമിയിലുള്ള നിലനിൽപ്പിന് ഏറ്റവും വലിയൊരു ഭീഷണിയായി മാറുന്ന കാര്യമാണ്. Therefore, let's join hands for water conservation. അതുകൊണ്ട് തന്നെ വെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. Let the earth continue as a watery planet. ഭൂമി എന്നും ഒരു ജലഗ്രഹമായിട്ട് തന്നെ തുടരാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ത്രൂ ദ ഓഷ്യൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്